സങ്കീർത്തനങ്ങൾ 34 അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവിനെ ഞാനെന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എന്റെ അധരങ്ങളിലുണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഓർമ്മിക്കുക, വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗയുടെ ഓർമ്മദിനമാണിന്ന്. 1568 ക്ലാസ്റ്റിഗിയോൺ പ്രഭുവായ ഫെർഡിനൻഡ് ഗോൺസാഗയുടെ മകനായി ജനിച്ചു. 7-ാമത്തെ വയസ്സിൽ ദൈവമാതാവിന്റെ ഒപ്പീസും സങ്കീർത്തനങ്ങളും ചൊല്ലിത്തുടങ്ങി. 9-ാം വയസ്സിൽ നിത്യബ്രഹ്മചര്യ വ്രതമെടുത്തു. ആഴ്ചയിൽ 3 ദിവസം ഉപവസിച്ചും പ്രായശ്ചിത്തമായി ചമ്മട്ടിയടിയേറ്റും മുന്നോട്ടു പോന്നു. അപ്പവും വെള്ളവും മാത്രമായിരുന്നു സാധാരണ ഭക്ഷണം. 11-ാം വയസ്സിൽ ആദ്യ കുമ്പസാരം നടത്തി. എന്നാൽ അന്നത് മുഴുവിപ്പിച്ചില്ല. കാരണം 3 വയസ്സുള്ളപ്പോൾ കളിക്കിടെ അസഭ്യ വാക്കുകൾ പറഞ്ഞു എന്ന പാപം ഏറ്റുപറഞ്ഞപ്പോൾ ബോധരഹിതനായി നിലത്തു വീണു. ആയതിനാൽ പിറ്റേ ദിവസമാണ് കുമ്പസാരം പൂർത്തിയാക്കിയത്. 13-ാം വയസ്സിൽ മാതാപിതാക്കന്മാരും ഓസ്ട്രിയ ചക്രവർത്തിയും ഒരുമിച്ച് അലോഷ്യസ് സ്പെയിനിലെ ഫിലിപ്പ് ദ്വിതീയനെ സന്ദർശിച്ചു. കൊട്ടാരത്തിലെ ജീവിതം അലോഷ്യസിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. വിശുദ്ധരുടെ ജീവചരിത്രം വായിച്ച് കഷ്ടിച്ച് കൊട്ടാരത്തിൽ കഴിച്ചുകൂട്ടി. ഈശോസഭ മിഷണറിമാർ ഇന്ത്യയിൽ എന്ന ഗ്രന്ഥം വായിക്കാനിടയായി. അന്നുമുതൽ ഈശോസഭയിൽ ചേരാനുള്ള ആഗ്രഹം ജനിച്ചു. പിതാവിനോട് 4 കൊല്ലം നിരന്തരം സംസാരിച്ചിട്ടാണ് ഇങ്ങനെയൊരു സമ്മതം ലഭിച്ചത്. 17-ാം വയസ്സിൽ അലോഷ്യസ് നോവിഷ്യേറ്റിൽ ചേർന്നു. വിശുദ്ധ റോബർട്ട് ബെല്ലർമിനായിരുന്നു അലോഷ്യസിന്റെ ജ്ഞാനപിതാവ്. 1591 റോമിൽ ഒരു രൂക്ഷമായ ജ്വരപ്പനി പടർന്നു പിടിച്ചു. അലോഷ്യസ് അവസാന വർഷ ദൈവശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്നെങ്കിലും വീടുകളിൽ പോയി രോഗികളെ ശുശ്രൂഷിക്കാൻ സ്വയം സന്നദ്ധനായി. 1 മാസത്തോളം അങ്ങനെ ശുശ്രൂഷിച്ചു. അവസാനം അലോഷ്യസിനും രോഗം പിടിപെട്ടു. 3 മാസം രോഗിയായി കിടക്കേണ്ടി വന്നു. 23-ാം വയസ്സിൽ 1691 നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1726 വിശുദ്ധഗണത്തിലേക്കും 1729 കത്തോലിക്ക വിദ്യാർത്ഥികളുടെ പ്രത്യേക സംരക്ഷകനും മധ്യസ്ഥനുമായി ഉയർത്തപ്പെട്ടു. അലോഷ്യസിന്റെ കുമ്പസാരക്കാരനായ വിശുദ്ധ റോബർട്ട് ബെല്ലർമിൻ സാക്ഷ്യം വഹിക്കുന്നു. അലോഷ്യസ് അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ യാതൊരു പാപവും ചെയ്തിട്ടില്ല. എന്നിട്ടും അദ്ദേഹം കഠിന പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരുന്നു. രാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും കണ്ണീരൊഴുക്കുകയും ചെയ്യുമായിരുന്നു. അലോഷ്യസിന്റെ നിഷ്കളങ്കത നമുക്ക് അനുകരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ പ്രായശ്ചിത്തമെങ്കിലും നമുക്ക് അനുകരിക്കാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. തെറ്റുകളനവധി ചെയ്തു ഞാൻ, തെറ്റായതൊക്കെ ഞാൻ ആഗ്രഹിച്ചു. തെറ്റുകളൊക്കെ ഞാൻ ഏറ്റു ചൊല്ലാം. തെറ്റുകൾ ചെയ്യാതെ കാത്തിടണേ. തെറ്റുകളനവധി ചെയ്തു ഞാൻ, തെറ്റായതൊക്കെ ഞാൻ ആഗ്രഹിച്ചു. തെറ്റുകളൊക്കെ ഞാൻ ഏറ്റു ചൊല്ലാം. തെറ്റുകൾ ചെയ്യാതെ കാത്തിടണേ. ചിന്തവാക്കും പ്രവൃത്തികളും എല്ലാം ദൈവമേ നല്ല
നല്ലതാക്കൂ. എൻ ചിന്തവാക്കും പ്രവൃത്തികളും എല്ലാം ദൈവമേ നല്ലതാക്കൂ. എല്ലാം വെടിഞ്ഞു ഞാൻ നിൻ പിറകെ, യേശുവേ എന്നേക്കും വന്നിടും ഞാൻ. തെറ്റുകൾ അനവധി ചെയ്തു പോയി ഞാൻ, തെറ്റായതൊക്കെ ഞാൻ ആഗ്രഹിച്ചു. തെറ്റുകളൊക്കെ ഞാൻ ഏറ്റു ചൊല്ലാം, തെറ്റുകൾ ചെയ്യാതെ കാത്തിടണേ. എന്തിലും നിന്നിഷ്ടം കാണട്ടെ ഞാൻ, എല്ലായിടത്തും നിൻ പൊൻകരവും. എന്തിലും നിന്നിഷ്ടം കാണട്ടെ ഞാൻ, എല്ലായിടത്തും നിൻ പൊൻകരവും. എവിടെയും നിൻ ദിവ്യ സാന്നിധ്യവും, എവിടെയും നിൻ പരിപാലനയും. തെറ്റുകൾ അനവധി ചെയ്തു പോയി ഞാൻ, തെറ്റായതൊക്കെ ഞാൻ ആഗ്രഹിച്ചു. തെറ്റുകളൊക്കെ ഞാൻ ഏറ്റു ചൊല്ലാം, തെറ്റുകൾ ചെയ്യാതെ കാത്തിടണേ. തെറ്റുകൾ അനവധി ചെയ്തു പോയി ഞാൻ, തെറ്റായതൊക്കെ ഞാൻ ആഗ്രഹിച്ചു. തെറ്റുകളൊക്കെ ഞാൻ ഏറ്റു ചൊല്ലാം, തെറ്റുകൾ ചെയ്യാതെ കാത്തിടണേ.